2026 കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമായ വർഷമാണ്. ആ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും മുന്നണികളെ സംബന്ധിച്ചും നിലനിൽപ്പിന്റെ പോലും പ്രശ്നമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ UDF-ന് ഇതിലും വലിയ തിരിച്ചടി ലഭിക്കാനില്ല. പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ UDF-ന് ഒരു തിരിച്ചുവരവ് പോലും സാധ്യവുമല്ല. രാജ്യത്ത് കേരളത്തിൽ മാത്രം ഭരണമുള്ള CPM-നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അത്രമേൽ നിർണായകം തന്നെയാണ്. ജില്ലകൾ കേന്ദ്രീകരിച്ചും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും മുന്നണികളും പാർട്ടികളും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 3 ഇടതുമുന്നണിയാണ് വിജയിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്തും കാസർഗോഡും മാത്രമാണ് UDF-ന്റെ ഭാഗമായി ലീഗിന് വിജയിക്കുവാൻ കഴിഞ്ഞത്. മഞ്ചേശ്വരത്ത് 2021 മുതൽ മുസ്ലിം ലീഗിലെ AKM അഷ്റഫാണ് മണ്ഡലത്തിന്റെ നിയമസഭാ പ്രതിനിധി. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് താലൂക്കിൽപ്പെടുന്ന മഞ്ചേശ്വരം, വോർക്കാടി, മീഞ്ച, പൈവളിക, മംഗൽപാടി, കുമ്പള, പുത്തികെ, എൻമകജെ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം. 2011 മുതൽ 2018 വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖാണ് ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. PB അബ്ദുൾ റസാഖിന്റെ മരണശേഷം 2019 ഒക്ടോബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ MC ഖമറുദ്ദീൻ 7923 വോട്ടിന് ജയിക്കുകയായിരുന്നു. മഞ്ചേശ്വരത്ത് ലീഗിന് തൊട്ടുപിന്നിലുള്ളത് BJP ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ BJP പരാജയപ്പെട്ടത്. UDF മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചില്ലെങ്കിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയിലൂടെ BJPക്ക് മഞ്ചേശ്വരം അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം CPM വോട്ടുകൾ വ്യാപകമായി BJPയിലേക്ക് പോയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചാൽ BJPക്ക് വിജയിക്കുവാനുള്ള അവസരം ഒരുങ്ങും. കാസർഗോഡ് താലൂക്കിലാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിം ലീഗിലെ NA നെല്ലിക്കുന്നാണ് ഇപ്പോൾ ഈ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും മൊഗ്രാൽ പുത്തൂർ, മധൂർ ഗ്രാമപഞ്ചായത്ത്, ബന്ദിയെടുക്ക, കുമ്പടാജെ, ബേലൂർ, ചെങ്കള, കാറഡൂക്ക എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. 1978 മുതൽ 2011 വരെ ലീഗിലെ CT അഹമ്മദ് അലിയാണ് മണ്ഡലത്തെ നയിച്ചിരുന്നത്. 2011 മുതലാണ് NA നെല്ലിക്കുന്ന് കാസർഗോഡ് മണ്ഡലത്തിലെ MLA ആയി തുടരുന്നത്. ഇടതുപക്ഷത്തിന് കാര്യമായി വോട്ടുകൾ ഇല്ലാത്ത മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. ഇവിടെയും ലീഗിന്റെ മുഖ്യ എതിരാളി BJP തന്നെയാണ്. അവസാന തെരഞ്ഞെടുപ്പിലും 10,000-ത്തേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷം BJPയോട് ലീഗിനുണ്ടായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലും കാസർഗോഡ് ലീഗ് തന്നെ നിലനിർത്തുവാനാണ് സാധ്യത. BJP എത്ര വമ്പൻ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും കാസർകോട്ടെ ലീഗ് വിജയം അട്ടിമറിക്കുവാൻ കഴിയില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. കാസർഗോഡ് താലൂക്കിൽ ഉൾപ്പെടുന്ന ചെമ്മനാട്, ദേലമ്പാടി, ബേഡെടുക്ക, മുളിയാർ, കുറ്റിക്കോൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഓസ്ദുർഗ് താലൂക്കിലെ പള്ളിക്കര, പുല്ലൂർ പെരിയ, ഉദുമ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് ഉദുമ നിയമസഭാ മണ്ഡലം. 1991 മുതൽ തുടർച്ചയായി CPM തന്നെയാണ് മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത്. CH കുഞ്ഞമ്പു ആണ് നിലവിലെ ഉദുമ MLA. അതിനു മുൻപ് 2 തവണയായി K കുഞ്ഞിരാമനും KV കുഞ്ഞിരാമനും P രാഘവനും മണ്ഡലത്തെ നയിച്ചിട്ടുണ്ട്. 1987-ൽ KP കുഞ്ഞിക്കണ്ണനാണ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട പെരിയ ഉദുമ നിയോജക മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. ഇരട്ട കൊലപാതകം വലിയ ചർച്ചയാക്കിയിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM തന്നെ വിജയിക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ CPM വിജയിക്കുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പെരിയ ബാലകൃഷ്ണൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹമാകട്ടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുമാണ്. മുൻ MLA കൂടി പ്രതിയായ ഇരട്ട കൊലപാതകത്തിന്റെ വൈകാരിക പരിസരം നിലനിൽക്കുന്ന ഉദുമയിൽ രക്തസാക്ഷി കുടുംബത്തിലെ തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയും അജാനൂർ, ബളാൽ, കള്ളാർ, കിനാനൂർ, കരിന്തളം, കോടോംബേളൂർ, മടിക്കൈ, പനത്തടി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. 2008-ലെ നിയമസഭാ പുനർനിർണയത്തോടെയാണ് ഈ മണ്ഡലം നിലവിൽ വന്നത്. CPI-യിലെ E ചന്ദ്രശേഖരനാണ് 2011 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന നഗരമാണ് കാഞ്ഞങ്ങാട്. മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ്. കാസർഗോഡ് പട്ടണത്തിൽ നിന്നും 28 കിലോമീറ്റർ അകലെയാണ് കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്നത്. ഇടതുമുന്നണിയുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാഞ്ഞങ്ങാട്ട് CPI തന്നെ വിജയിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഒടുവിലത്തെ മണ്ഡലമാണ് തൃക്കരിപ്പൂർ. 1957 മുതൽ 77 വരെ നിലവിലുണ്ടായിരുന്ന നീലേശ്വരം മണ്ഡലത്തിന് പകരമായാണ് തൃക്കരിപ്പൂർ മണ്ഡലം നിലവിൽ വന്നത്. നീലേശ്വരം നഗരസഭ, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ, ഈസ്റ്റ് ഏളേരി, വെസ്റ്റ് ഏളേരി, കയ്യൂർ ചീമേനി, പീലിക്കോട്, പടന്ന, വലിയപറമ്പ് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം. 1977 മുതൽ CPM സ്ഥാനാർത്ഥികൾ മാത്രമാണ് മണ്ഡലത്തിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. കേരളത്തെ ഒരു കാലത്ത് നയിച്ചിരുന്ന EK നയനാർ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് തൃക്കരിപ്പൂർ. സ്ഥിരമായി കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റിൽ കഴിഞ്ഞ തവണ UDF-ലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു മത്സരിച്ചത്. വരുന്ന തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തന്നെ മത്സരിക്കുന്നുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ CPM തന്നെ വീണ്ടും വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ജില്ലയിലെ മണ്ഡലങ്ങളെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരിടത്ത് BJPയും ഒരിടത്ത് UDF-ന്റെ ഭാഗമായി ലീഗും മറ്റൊരിടത്ത് കോൺഗ്രസും
ബാക്കിയുള്ള രണ്ടിടങ്ങളിൽ ഇടതു മുന്നണിയുടെ ഭാഗമായി CPM-ഉം CPI-യും വിജയിക്കുന്നതിനുള്ള സാധ്യതകളാണ് കാണുന്നത്.